അച്ചു, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമോ? മുത്തശ്ശൻ എന്തായി പറയുന്നത്? എന്താ ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്താടാ ഞാൻ നിന്നെ ചെയ്യേണ്ടത്? ഇന്നലെ നിന്റെ മാരേജ് ആയിരുന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അറ്റ്ലീസ്റ്റ് നിനക്ക് ഒരു 2 ദിവസമെങ്കിലും ലീവ് എടുത്ത് വീട്ടിലിരുന്ന് കൂടെ അച്ചു. നിത്യമോളുടെ കാര്യം നിനക്കറിയാലോ. അവക്ക് ഈ വീടിന്റെ അറ്റ്മോസ്ഫിയറായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. സോ അതുവരെ നീയല്ലേ അവക്കൊരു ബാക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കേണ്ടത്. നീ മാരേജിന്റെ പിറ്റേ ദിവസം തന്നെ അവളെ വീട്ടിൽ തനിച്ചാക്കി പോയത് ശരിയാണോടാ? അത് പിന്നെ വർക്കിന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെന്ന് മുത്തശ്ശൻ തന്നെയല്ലേ പറയാറുള്ളത്? വർക്കിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട എന്നല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ബട്ട് വർക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അച്ചു. അതുപോലെ നമുക്ക് ചുറ്റും ഉള്ളവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഇപ്പൊ നീ ഈ ചെയ്തു കൂട്ടുന്നതിനൊന്നേ നിന്നെ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണമേ എന്റെ തെറ്റാ ഞാൻ നിന്നെ ഇങ്ങനെ ആക്കി മാറ്റിയെടുത്തത്. ഇനി എനിക്ക് ആ തെറ്റ് തിരുത്തിയേ പറ്റൂ. ദേ, നീ ഈ വീട്ടിലേക്ക് തന്നെ നോക്ക്. നിന്റെ അച്ഛനും ഏട്ടനും അവരുടെ വൈഫിനെ എങ്ങനെയാ കെയർ ചെയ്യുന്നതെന്ന്. ഒരു ഭർത്താവിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാം. നീ ആയിട്ട് ഇതിന് മുൻകൈ എടുക്കില്ല എന്ന് എനിക്കറിയാം. സോ ഇത് എന്റെ തീരുമാനമാണ്. ഇനി ഒരാഴ്ചത്തേക്ക് നിന്നെ ഓഫീസിന്റെ പരിസരത്തേക്ക് കണ്ടുപോകരുത്. വാട്ട്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ അച്ചു? ബട്ട് മുത്തശ്ശ, അത് ദേ നോക്കച്ചു, ഇതെന്റെ റിക്വസ്റ്റ് അല്ല, ഓർഡർ ആണ്. അച്ഛാ, വിരുന്നിന് പോകുന്ന കാര്യം കൂടെ പറ. എനിക്ക് ഓർമ്മയുണ്ട് പാറു. പിന്നെ അച്ചു, നാളെ നീയും നിത്യമോളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോണം. ഞാനോ? പിന്നെ നീയല്ലാതെ വേറെ ആരാ പോകേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ടേ പെൺകുട്ടിയുടെ വീട്ടിൽ വിരുന്നിന് പോകുന്നൊരു ചടങ്ങുണ്ട്. അപ്പോ നീയും അപ്പവും നാളെ മക്കളെയും കൂട്ടി അവിടെ പോയിട്ട് വരണം. അതിന് ഞാൻ പോകേണ്ട കാര്യമുണ്ടോ മുത്തശ്ശ? നിത്യക്ക് അവരുടെ കൂടെ പോയാൽ പോരെ? ഓ, ഇതെന്റെ തന്നാണോ ദൈവമേ, ഇവൻ ഇത്ര മരപ്പാഴായി പോയല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ അച്ചു? ഇതൊരു ചടങ്ങാ. നിങ്ങൾ 4 പേരും പോയേ പറ്റൂ. അതും നാളെ തന്നെ. പിന്നെ നാളെ വേണമെങ്കിൽ ഒരു ഡേ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് തിരിച്ചു വന്നാലും മതി. മാധവനും ഗൗരിക്ക് അതൊരു വലിയ സന്തോഷമാവും. അത് പിന്നെ അത് ശരിയാവില്ല മുത്തശ്ശ. വേറൊന്നും കൊണ്ടല്ല മുത്തശ്ശ, എനിക്ക് നാളെ എങ്ങും പോകാൻ പറ്റില്ല. ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, ഇനി മിണ്ടാതിരുന്നാലേ ശരിയാവില്ല. എന്ത് മീറ്റിംഗ്? അതിപ്പോ എന്തെങ്കിലും ആവട്ടെ, അതെന്താണെങ്കിലും നീ അത് ക്യാൻസൽ ചെയ്തേക്ക്. പറ്റില്ല മുത്തശ്ശ, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാ. സോ എനിക്ക് നാളെ ലീവ് എടുക്കാൻ പറ്റില്ല. അച്ഛാ, ഇനി അവനെ നിർബന്ധിക്കണ്ട. ആ ക്ലൈൻ്റ് അല്ലേ അച്ഛാ അവൻ ഇമ്പോർട്ടൻ്റ്. സോ അവൻ നാളെ ആ മീറ്റിങ്ങിന് പോയിക്കോട്ടെ. അച്ചു, നീ നാളെ നിന്റെ മീറ്റിങ്ങിന് പോക്കോ. പിന്നെ നിത്യമോളെ, നീ അപ്പൂൻ്റെ നീതുമോളുടെയും കൂടെ പോയാൽ മതി. പിന്നുണ്ടല്ലോ, ഒരു 1 വീക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ പാക്കും കൂടെ ചെയ്തു. 1 വീക്കോ? അതെ, 1 വീക്ക് തന്നെ. നീ എന്തായാലും മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ വലിയ ബിസി അല്ലേ. അതുകൊണ്ടല്ലേ നിനക്ക് അവൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തത്. അപ്പോൾ പിന്നെ അവൾ കുറച്ച് ദിവസം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കട്ടെ, അല്ലേ നിത്യമോളെ? പാർക്കുട്ടി, അങ്ങനെ തന്നെ ചെയ്യാം. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പിന്നെ വളരെ അധികം ശരിയാ. പാറു പറഞ്ഞ അത് ശരിയാകാതിരിക്കുവോ? അല്ല മുത്തശ്ശ, ഏട്ടൻ്റെയും നീതുവിൻ്റെയും കൂടെ പോകുമ്പം അവരുടെ കൂടെ തന്നെ തിരിച്ചു വരാമല്ലോ. അവിടെ നിൽക്കേണ്ട അത്യാവശ്യമുണ്ടോ? പിന്നെ അത്യാവശ്യമില്ലാതെ. നിത്യമോളോട് തന്നെ ചോദിക്ക്, മോളെ നിനക്ക് നിൻ്റെ അച്ഛനെ അമ്മയെ മിസ് ചെയ്യുന്നില്ലേ? ഒരുപാട്. കേട്ടല്ലോ, അവൾക്ക് അവളുടെ അച്ഛനെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ അവൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. അല്ല, എന്നാ വേണമെങ്കിൽ ഞാനും പോയിട്ട് വരാം. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്കല്ലേ ഏതോ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉള്ളത്. അത് വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാം. അത്രയ്ക്കൊക്കെ കഷ്ടപ്പെടണോ മോനെ? നിത്യമോളെ, നീ അപ്പൂൻ്റെയും നീതുമോളുടെയും കൂടെ പോയില്ലേ? അതോ
അച്ചുവിൻ്റെ മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നിൻ്റെ കൂടെ വരണോ? ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പാർക്കുട്ടി, ഞാൻ അവരുടെ കൂടെ പൊക്കോളാം. എന്നാ മോള് ചെന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. ശരി എന്നാ. ഓ നിത്യ, നീ എന്നെ കൂട്ടാതെ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. പണിയേറ്റു. എന്താ പാറു ഇത്? നീ എന്തിനാ അവനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നത്? ഓ പിന്നെ കളിപ്പിച്ചെങ്കിലേ കണക്കായിപ്പോയി. നിങ്ങളുടെ മോൻ്റെ ഒരു കൊട്ടിൻ്റെ കുറവുണ്ടായിരുന്നേ, അതെ ഞാനങ്ങ് നികത്തിയതാ. ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മൾ പറയാതെ തന്നെ ആ മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് അവൻ നിത്യമോളുടെ കൂടെ പോകും. അത്രയ്ക്കൊക്കെ വേണോ പാറു? അച്ഛൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി വർക്കിനെ കൊടുക്കൂന്ന് നിനക്കറിയാവുന്നതല്ലേ? അതൊക്കെ ഇന്നലെ വരെ. ഇനി മുതലേ അതിനൊക്കെ മാറ്റം വരും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അച്ചു എന്തായി കാണിക്കുന്നത്? മിണ്ടിപ്പോരുത്. എന്താ, ഞാൻ നാളെ നിന്റെ കൂടെ വരണ്ടേ? ഞാൻ വരണ്ടേന്ന്. അത് പിന്നെ? ഏതു പിന്നെ? അല്ല, തനിക്ക് നാളെ മീറ്റിംഗ്. അതിന് നോക്ക്, എൻ്റെ മീറ്റിംഗ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നോക്ക് നിത്യ, നാളെ നമ്മൾ ഒരുമിച്ച് നിന്റെ വീട്ടിൽ പോവുകയും ചെയ്യും, തിരിച്ച് നീ എൻ്റെ കൂടെ വരികയും ചെയ്യും. മനസ്സിലായോ? പിന്നെ ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാ. ഞാനോ? എന്താ പറ്റില്ലേ? അത് പിന്നെ നീ തന്നെ പറയും. ഞാൻ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ ഓവർ സീൻ കാണിച്ചതല്ലേ. സോ ഈ കാര്യം ഇനി നീ കൈകാര്യം ചെയ്തേ പറ്റൂ. അത് എന്താ, നിനക്ക് പറ്റില്ലേ? പറ്റും, എനിക്ക് പറ്റും. ദാറ്റ്സ് ഗുഡ്. ചെല്, ഇനി ചെന്ന് എല്ലാവരോടും ഈ കാര്യം പറ. ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത്? അല്ല, ഇവിടെ ഇപ്പോൾ ആരാ ഓവർ സീൻ കാണിച്ചത്? ആദ്യം മര്യാദയ്ക്ക് വരുന്നോന്ന് ചോദിച്ചപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഓവർ ഷോ കാണിച്ചത് ഇങ്ങേരല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ എല്ലാവരോടും ഇത് ചെന്ന് പറയണമെന്ന്. ഇതെന്ത് കൂത്താണോ എന്തോ. പാർക്കുട്ടി, ആഹാ, നീ വന്നോ? എന്തായി കാര്യം? അവൻ വരാമെന്ന് സമ്മതിച്ചോ? സമ്മതിക്കല്ല, എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഭീഷണിയോ? ഓ ഓ, അപ്പം ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ എൻ്റെ മോന്. എന്തായാലും നമ്മുടെ ഐഡിയ ഏറ്റില്ലേ, അത് തന്നെ വലിയ കാര്യം. അല്ല, എൻ്റെ കാന്താരിക്ക് ഇത് എന്ത് പറ്റി? അവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയപ്പോഴേ തിരിച്ച് 2 മാസ് ഡയലോഗ് നിനക്ക് പറഞ്ഞുവിടായിരുന്നോ? മാസ് ഡയലോഗ്? അത് ഞാൻ ഒന്ന് പോ പാറുക്കുട്ടി. ആ സമയത്തുണ്ടല്ലോ, അച്ഛൻ്റെ നോട്ടം കണ്ടാൽ തന്നെ എൻ്റെ മുട്ട് വിറയ്ക്കും. നാക്ക് പോലും പൊങ്ങില്ല.
അല്ലേലും വെള്ളം അടിച്ച നല്ല റൊമാൻറ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നോക്കുക വേണ്ട, തനി കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണ്. ഓഹോ, അല്ല എൻ്റെ മോൻ റൊമാൻറ്റിക് ആണെന്ന് നിന്നോടാര് പറഞ്ഞു? ദൈവമേ, അത് പിന്നെ പെട്ടല്ലോ. എന്താണ്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് അതൊന്നുമില്ല പാറുക്കുട്ടി, ഞാനിപ്പോൾ വരാവേ. ഹലോ, ഇനി നീ നിന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എൻ്റെ മോനെ എത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാനും നേരിട്ട് കണ്ടതാ. എപ്പോ? അത് കൊള്ളാം, നീ കണ്ടപ്പോൾ തന്നെ ഞാനും കണ്ടത്. അച്ചോടാ, എൻ്റെ നിത്യമൊക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? നിക്ക് ഞാൻ പറഞ്ഞു തരാം. അന്നേ അവന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്ത ഞാനാ. പിന്നെ അവൻ്റെ റൂമിലേക്കുള്ള പോക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവന് ബോധമില്ലെന്ന്. അപ്പോൾ അവൻ കറക്റ്റായിട്ട് റൂമിലെത്തിയൊന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ഞാൻ വന്ന് നോക്കിയപ്പം അവനെ അവൻ്റെ റൂമിൽ കണ്ടില്ല. അപ്പോഴാണ് നിൻ്റെ റൂമിൽ നിന്ന് ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത്. എന്നാൽ ശരി, അവിടെ വന്ന് നോക്കാമെന്ന് വെച്ച് വന്ന് നോക്കിയപ്പോഴല്ലേ അവിടെ നടക്കുന്ന കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയത്. അയ്യോ മതി, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. എല്ലാം കണ്ടല്ലേ? ഏയ്, ഫുള്ളൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ടേ ഞാൻ അപ്പം തന്നെ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോയിരുന്നു. പോ പാറുക്കുട്ടി. അല്ല, അപ്പം അത് മനസ്സിൽ വെച്ചിട്ടല്ലേ പിറ്റേന്ന് രാവിലെ ഒരു മാതിരി എൻ്റെ അടുത്ത് സംസാരിച്ചത്? ഇപ്പോഴെങ്കിലും എൻ്റെ കൊച്ചിനത് മനസ്സിലായല്ലോ, എനിക്കത് മതി. പിന്നെ അന്ന് അതൊക്കെ പറഞ്ഞ് നിന്നെ കളിയാക്കഞ്ഞത് പാവമല്ലേ, പോട്ടെ എന്നൊക്കെ വെച്ചിട്ടാ. അതുമല്ല, അച്ഛനെ എപ്പോൾ കുടിച്ചിട്ട് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് പിറ്റേന്ന് തന്നെ നിന്നെ ഞാൻ വീട്ടിലേക്ക് പാക്ക് ചെയ്തത്. ശരി, അത് വിട്. എന്തുവാ പാറുക്കുട്ടി ചിരിക്കാതെ? ആ ഓക്കെ, ചിരിക്കില്ല. മമ്മ, എന്താ മക്കളെ, നിങ്ങൾ പുറത്തു നിന്ന് സംസാരിക്കാൻ തീരുമാനിച്ചേക്കുവാണോ? വാ, കയറി വന്നിരിക്കേ. എന്തുണ്ട് മിസ്റ്റർ ഫാദറിലോ, സുഖം തന്നെ അല്ലേ? ഡാ വന്ന് കയറിയപ്പോ തന്നെ അമ്മായിപ്പനെ നെഞ്ച തൂഞ്ഞാലാട്ടണോ? ഇതൊരു മനസുഖമല്ലേ അങ്കിളെ? ഉവ്വ് ഇങ്ങോട്ട് കയറി വാടാ. അച്ചു, നീ വാ. താ വരുന്ന അങ്കിളെ. നിത്യ, നമുക്കെന്നാ പോകാം.
എവിടെ? എവിടെന്നോ? തിരിച്ച് വീട്ടിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ വരുന്നില്ല, താൻ വേണമെങ്കിൽ പോക്കോ. ദേ നിത്യ കളിക്കല്ലേ. ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് പറഞ്ഞിട്ടാ വന്നത്? ഈവനിങ് തിരിച്ചു പോകാൻ സമ്മതിച്ചിട്ടല്ലേ ഞാൻ വന്നത്. അങ്ങനൊക്കെ വിചാരിച്ചു തന്നെ ഞാനും വന്നത്. ബട്ട് ഇവിടെ വന്ന പപ്പയും മമ്മയും കണ്ടപ്പോൾ തിരിച്ച് പോകാനേ തോന്നുന്നില്ല. താനും കണ്ടതല്ലേ, അവരും ഞങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് താൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് എനിക്ക് നാളെ ആ ക്ലയൻറ്റുമായിട്ടുള്ള മീറ്റിങ്ങിൽ പങ്കെടുത്തേ പറ്റൂ. ഇനി അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ സിറ്റുവേഷൻ കൂടെ താനൊന്ന് മനസ്സിലാക്ക്. എനിക്കറിയാം അച്ചു, തനിക്കിതൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. ബട്ട് ഇന്ന് ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം ഞാനിവിടെ നിന്നോട്ടെ പ്ലീസ്. താൻ വേണമെങ്കിൽ തിരിച്ച് വീട്ടിൽ പോക്കോ. ഞാൻ നാളെ അപ്പോട്ടിൻ്റെ നീതുവിൻ്റെ കൂടെ അങ്ങ് വന്നേക്കാം. അപ്പോൾ അവർ തിരിച്ചു പോകുന്നില്ലേ? ഇല്ല, ചേച്ചിയുടെ വിഷമം കണ്ടപ്പോൾ അപ്പോട്ടിനാ ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന്. അതാ ഞാനും കൂടെ. ഓ, എന്താ അച്ചു നീ ഇങ്ങനെ? നിനക്കും അവൾക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടായോ? അച്ചു. എന്താ? അല്ല, തൻ്റെ മീറ്റിംഗ് നാളെയല്ലേ. സോ ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ നേരത്തെ പോയാൽ പോരെ? അപ്പോൾ തനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. എൻ്റെ പാപ്പയ്ക്കും മമ്മയ്ക്കും അത് സന്തോഷമാവുകയും ചെയ്യും. ഓ, അത് ശരിയാണല്ലോ. എന്താ താനൊന്നും പറയാത്തത്? ഓക്കെ. എന്താ ഓക്കേന്ന്? താൻ പറഞ്ഞതുപോലെ ഇന്നിവിടെ സ്റ്റേ ചെയ്യാന്ന്. ശരിക്കും? അതെ. ഓ, താങ്ക് യു അച്ചു, താങ്ക് യു സോ മച്ച്. ഞാൻ എന്നാലേ ഇത് പോയി പപ്പയോടും മമ്മയോടും പറയട്ടെ. എടാ അപ്പു, അച്ചു ഒന്ന് തിരിച്ചു പോവോ? അറിയില്ല പപ്പ, നാളെ ഏതോ ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു. ഓ, മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അച്ചു നിത്യം നിൽക്കാൻ ചാൻസ് ഇല്ല ഏട്ടാ. സാരമില്ല, എന്തായാലും മക്കളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതിന് അച്ഛനൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലോ? എന്താ മോളെ, അച്ചു വല്ലതും പറഞ്ഞോ? പപ്പ, ഞങ്ങൾ ഇന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അച്ചു സമ്മതിച്ചോടി? പിന്നെ സമ്മതിക്കാതെ ഞാൻ ആരാ മോളെന്ന് വെച്ചിട്ടാ? റോബോട്ടിന് മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയോ? പിന്നൊരു കാര്യം, വന്നപ്പോൾ മുതൽ കാന്താരി മമ്മയുടെ പുറകെയാ. ഇടയ്ക്കൊക്കെ ഈ പപ്പയും കൂടെ ഒന്ന് മൈൻഡ് ആക്കാം. എന്റെ പപ്പക്കുട്ടിനെ ജലസ് അടിച്ചോ? ഓ പിന്നെ, ജലസ് അടിക്കാൻ പറ്റിയൊരു കാര്യം. അയ്യേ, പിണങ്ങാതെ മാഷേ. അച്ചു, അല്ല നീ എന്താ അവിടെ നിൽക്കുന്നേ? വാ, ഇവിടെ വന്നിരിക്കേ. അല്ല അച്ചു, ഞങ്ങളുടെ കാന്താരി ചായ ഇടാനൊക്കെ പഠിച്ചോ? മമ്മ, നീ ഒന്നും മിണ്ടായിരിയടി, ഞാൻ അവൻ്റെ അടുത്തല്ലേ ചോദിച്ചത്. അച്ചു, നീ പറ, എങ്ങനെയുണ്ട് ഇവളുടെ ചായ? വായിവെക്കാനൊക്കെ കൊള്ളാവോ? കൊള്ളാം ആൻറ്റി. അപ്പം ഞങ്ങളുടെ കൊച്ചിന് പുരോഗമനമൊക്കെ ഉണ്ട്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കും അമ്മ. ഇപ്പൊ ഓക്കെ, ശരിക്കും നല്ല പുരോഗമനമുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ദുഷ്ടത്തി. എന്താടി നോക്കുന്നത്? ചായക്കാരൻ നീ മമ്മയോട് പറഞ്ഞല്ലേടി? മമ്മയോട് മാത്രമല്ല പപ്പയോടും പറഞ്ഞിട്ടുണ്ട്. തരാട്ടോ, ഇതിനുള്ള പണി ഞാൻ തരാട്ടോ. നീ ഒന്ന് പോടി. അച്ചു, താൻ ഇവിടെ കിടന്നോ? ഞാനിന്നേ പപ്പയുടെ മമ്മയുടെയും കൂടെ കിടക്കുന്നത്.
അതെന്താ തനിക്ക് ഇവിടെ കിടന്ന? അല്ല, ഈ ബെഡ് തീരെ ചെറുതാച്ചു. നമുക്ക് രണ്ടുപേർക്കേ കിടക്കാൻ പറ്റില്ല. ഞാനും കൂടി കിടന്നാലേ തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് താനിവിടെ കിടന്നോ, ഞാനേ അവിടെ പോയി കിടന്നോളാം. വെയിറ്റ്, ഈ ബെഡ് ചെറുതാണെന്നോ? അങ്ങനെ തൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഇത് 2 പേർക്കൊക്കെ കിടക്കാൻ പറ്റുമല്ലോ. അല്ല അച്ചു, ഇത് ചെറുതാ. ദേ നിത്യ, എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഈ ബെഡ് വലുത് തന്നെ. ബട്ട് ഇത് തൻ്റെ വീട്ടിലുള്ള ബെഡിനേക്കാൾ ചെറുതാച്ചു. സോ വാട്ട്? തനിക്ക് കിടക്കാനല്ലേ ബെഡ് വേണ്ടത്, അല്ലാതെ ഫുട്ബോൾ കളിക്കാനൊന്നും അല്ലല്ലോ. അച്ചു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ താൻ തന്നെ ദുഃഖിക്കേണ്ടി വരും. ആക്ച്വലി തൻ്റെ പ്രോബ്ലം എന്താ നിത്യ? എൻ്റെ പൊന്നച്ചു, ഈ ബെഡ് എൻ്റെ ഇഷ്ടത്തിന് പപ്പ എനിക്ക് ഉണ്ടാക്കി തന്നതാ. ഇതിൽ 2 പേർക്ക് കിടക്കാൻ പറ്റത്തില്ല. ഐ ആം ഷുവർ. ഓഹോ, കിടക്കാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. അച്ചു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ദേ, താൻ മര്യാദയ്ക്ക് വന്ന് കിടക്കുന്നോ അതോ ഞാൻ പൊക്കിക്കൊണ്ട് വന്ന് കിടത്തണോ? ഏയ് വേണ്ട വേണ്ട, ഞാൻ കിടന്നോളാം. താനെന്തേ കാണിക്കുന്നേ? പില്ലോ സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്താ? പില്ലോ സെറ്റ് ചെയ്ത് വെക്കുവാന്ന് എനിക്കും മനസ്സിലായി. ബട്ട് ഈ ബെഡ് ചെറുതാണെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഇതും കൂടെ അതിൻ്റെ മേലെ വാരി വെക്കുന്നത്? അത് പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. സേഫ്റ്റിയോ? എന്ത് സേഫ്റ്റി? അല്ല, താൻ ചിലപ്പോൾ തൻ്റെ കൈയും കാലമൊക്കെ എടുത്ത് എൻ്റെ മേത്തിട്ടാലോ? ഞാനോ? പിന്നല്ലാതെ തൻ്റെ ആ കൈ ഉണ്ടല്ലോ, അതങ്ങനെ എൻ്റെ ദേഹത്തൊന്ന് വീണാൽ മതി, പിന്നെ എന്നെ കുഴിയിലോട്ട് വെക്കാം. അതെ, എൻ്റെ കൈയും കാലൊന്നും ഉറക്കത്തിൽ പൊങ്ങാറില്ല. അതുകൊണ്ട് അതോർത്ത് താൻ പേടിക്കണ്ട. താനേ എന്നെ ചവിട്ടി കൊല്ലാതിരുന്നാൽ മതി. ആരും ഞാനോ? എനിക്ക് ആ ശീലമൊന്നുമില്ല. എന്നാ പിന്നെ ആ പില്ലോസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അതെടുത്തങ്ങ് മാറ്റിയേക്ക്. അല്ലച്ചു, നമ്മൾ വീട്ടിലിങ്ങനല്ലേ കിടക്കുന്നത്, പിന്നെന്താ പ്രോബ്ലം? എക്സ്ക്യൂസ് മീ, താൻ തന്നെയല്ലേ പറഞ്ഞത് ഈ ബെഡ് ചെറുതാണെന്ന്? അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ വാരി വെച്ച് വെറുതെ സ്ഥലം വേസ്റ്റ് ആക്കുന്ന എന്തിനാ? അച്ചു, താൻ എടുത്തു മാറ്റുന്നോ അതോ? വേണ്ട വേണ്ട, ഞാൻ മാറ്റിക്കോളാം. ജീവൻ രക്ഷിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കത്തില്ല. അച്ചു, എന്താ? അല്ല, ആ പില്ലോ. കിടന്നുറങ്ങാൻ നോക്ക് നിത്യ. അച്ചു. ഓ, ഇനി വാ തുറന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ദൈവമേ, എൻ്റെ അച്ഛനെ കാത്തോണേ. ഓഹോ, അപ്പം ഇതുകൊണ്ടാ നടുക്ക് പില്ലോ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കിയത്. എന്നിട്ട് എന്തോ ആയിരുന്നു ഡയലോഗടി. ഓ, ഇവളിൽ തന്നെ കൊല്ലുമല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് കിടന്നാൽ മതിയായിരുന്നു. അമ്മോ, ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ, ദൈവമേ, എൻ്റെ നടു. എന്ത് പറ്റി അച്ചു? എന്താ താഴെ കിടക്കുന്നത്? ഓ ദൈവമേ, ഞാനായിരിക്കുമോ? സാധ്യതയില്ല. തനിക്ക് ഉറക്കത്തിൽ കിക്ക് ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നോ? കിക്ക് ചെയ്തെന്നോ? ആര്? ഞാനോ? സോറി അച്ചു. ഓ ഗോഡ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് ഉറങ്ങാൻ വിടുമോ പ്ലീസ്? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഞാൻ പപ്പയുടെ മമ്മയുടെ കൂടെ പോയി കിടന്നോളാന്ന്. എന്നെ വിടാഞ്ഞ താനല്ലേ. അല്ല, അവിടെ പോയിട്ട് എന്തിനാ? അവരെയും കൂടി ചവിട്ടി തറയിലിടാനോ? എൻ്റെ പൊന്ന് നിത്യ, ഇതുപോലൊന്നും ഒരു മനുഷ്യനെയും ചവിട്ടരുത്. നട്ടിൽ പൊട്ടിപ്പോവും.
വേദനിക്കുന്നുണ്ടോ? സോറിയടോ, ഞാൻ അറിയാതെ ചെയ്തതാ. ഒരു കാര്യം ചെയ്, താൻ ഇനി ബെഡിൽ കിടന്നു, ഞാൻ നിലത്ത് കിടന്നോളാം. ഏയ് അതൊന്നും വേണ്ട, താൻ കിടക്കാൻ നോക്കൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, താൻ കിടന്നു. അല്ലച്ചു, ഇനിയും ഞാൻ തന്നെ കിക്ക് ചെയ്താലോ? ഇല്ല, ഇനി താൻ കിക്ക് ചെയ്യത്തില്ല. അതെന്താ? അതോ, ഇനി തൻ്റെ കൈയും കാലും പൊങ്ങിയാലല്ലേ തനിക്ക് എന്നെ കിക്ക് ചെയ്യാൻ പറ്റൂ. ആ, അതിന് താൻ എൻ്റെ കൈയും കാലും വല്ലതും തല്ലിയടിക്കാൻ പോവാണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നിന്റെ കൈയും കാലും എങ്ങനെ അടക്കി വെക്കണമെന്ന് എനിക്കറിയാം. അച്ചു, എന്തായി കാണിക്കുന്നത്? മനസ്സിലായില്ലേ? കിടന്നുറങ്ങാൻ നോക്ക്. അച്ചു, മിണ്ടിപ്പോരുതിനി, മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോണം. എനിക്ക് നാളെ ഓഫീസിൽ പോകാനുള്ളതാ. എന്നെ നോക്കൊണ്ട് കിടക്കാതെ ഉറങ്ങാൻ നോക്ക് നിത്യ. അച്ചു നേരത്തെ പോയോടി? ആ മമ്മ, ഇന്നലെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് രാവിലെ ഉണർന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ സ്ഥലം വിട്ട്. അല്ല, നിങ്ങളിനി എപ്പോഴാണ് ഇറങ്ങുന്നത്? ആ, അപ്പോഴേട്ടിനും അവൾ റെഡിയാവുക. അവർ റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങളും ഇറങ്ങും. മോളെ, എന്താ മമ്മ? നീ ഓക്കെ അല്ലേടി? അതെയല്ലോ. അല്ല, നിനക്കവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? പാറുക്കുട്ടി ഞങ്ങളെ പൊന്നു പോലെ മമ്മ നോക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. ഞാൻ അച്ചുവിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പൂനെ പോലൊന്നും അല്ലല്ലോ അവൻ. അതാ മമ്മയ്ക്കൊരു പേടി പോലെ. അതൊന്നും ഓർത്ത് എൻ്റെ മമ്മക്കുട്ടി പേടിക്കേ വേണ്ട. അച്ഛൻ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. മമ്മയ്ക്കൊരു കാര്യം അറിയോ? ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാറേ ഇല്ല. ഒരുപാട് സ്നേഹമുണ്ടമ്മ. ബട്ട് അത് പുള്ളിക്കാരന് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് മാത്രം. സാരമില്ല, ഞാൻ ശരിയാക്കി എടുത്തോളാം. അത് കേട്ടാൽ മതി മമ്മയ്ക്ക്. ആഹാ, എൻ്റെ ഭാര്യയുടെ പേടിയൊക്കെ മാറിയോ? ഓ, പറയുന്ന കേട്ടത്തൊന്നും നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലായിരുന്നെന്ന്. അയ്യോ മതി മതി, ഇനി അത് പറഞ്ഞ് രണ്ടുപേരും കൂടെ തല്ലുകൂടാൻ നിൽക്കണ്ട. ഞാൻ അവിടെ ഒരുപാട് ഹാപ്പിയാണ്. അവരൊക്കെ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ മമ്മയ്ക്കും പപ്പയ്ക്കും. മമ്മ പപ്പ, ഞങ്ങൾ ഇറങ്ങുവാണേ. പോയിട്ട് വാ മക്കളെ. അപ്പോഴേ ഇനിയൊരു യാത്ര പറച്ചിലൊന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. പിന്നെ പാപ്പക്കുട്ടിയും മമ്മക്കുട്ടിയും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കും കേട്ടോ. പോടാ അവിടുന്ന്. ആഹാ, നിങ്ങളിത്ര നേരത്തെ എത്തിയോ? ഞാൻ വിചാരിച്ചു വൈകിട്ടേ എത്തൂന്ന്. അല്ല, മാധവേട്ടനും ഗൗരിക്കും സുഖമല്ലേ മക്കളെ? അമ്മ, അവർക്ക് ഒരു കുഴപ്പമില്ല. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്നിട്ട് എൻ്റെ നിത്യക്കുട്ടിയുടെ മുഖത്ത് എന്താ ഒരു വാട്ടം? അതവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ അമ്മ, അവൾക്ക് അവിടുന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. ഷെടാ, എന്നാ പിന്നെ മോള് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ പോരായിരുന്നു? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പാർക്കുട്ടി? അവൾ അവിടെ നിന്നാലേ അവളുടെ അച്ചു ഇവിടെ ഒറ്റയ്ക്കായി പോകത്തില്ലേ? ഇങ്ങേര് മിക്കാറും വല്ലതും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടും. ഡാടാ, അടങ്ങിയിരിക്കടാ എൻ്റെ കൊച്ചിനെ കളിയാക്കാതെ. മോളിങ് വന്നേ, അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോയേട്ടാ,
ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. എന്താടി അങ്ങനെ പറഞ്ഞത്? അല്ല, വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയിട്ടേ സ്വന്തം കുഴി കുഴിക്കരുത്. ദൈവമേ, ദേ നീതു, നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ പോകാൻ നോക്ക്. ആഹാ, നിത്യക്കുട്ടി എത്തിയായിരുന്നോ? ആ, അവർ രാവിലെ തന്നെ വന്നച്ചാ. നിങ്ങൾ പോയി കഴിഞ്ഞ പുറയിൽ അവർ വരികയും ചെയ്തു. എന്നിട്ട് നിത്യക്കുട്ടിക്ക് മുത്തൂസിന് ഒരു മൈൻഡും ഇല്ലല്ലോ. അവളച്ഛനോട് പിണങ്ങിയിരിക്കുക. അച്ചുവേ ഇന്ന് അവളെ വീട്ടിൽ വിട്ടിട്ട് ഓഫീസിലോട്ട് പോയെന്ന്. ഓഹോ, അതിനാണോ നിത്യക്കുട്ടി മുത്തൂസിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? ആ കുരുത്തം കെട്ടവനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങ് വരട്ടവൻ, അവന് ഞാൻ 2 വെച്ചിട്ടുണ്ട്. ശരിക്കും അച്ഛനെ വഴക്ക് പറയുമോ? ആ, എന്താ ഞാൻ അച്ഛനെ വഴക്ക് പറയണ്ടേ? അത് വേണം. പക്ഷേ ഓഫീസിൽ പോയി നല്ല വഴക്ക് പറയേണ്ടത്. അച്ഛൻ ഇന്ന് രാവിലെ അവിടെ നിന്ന് പോന്നപ്പം മമ്മയെടുത്തും പപ്പയെടുത്തും ഒരു ബൈ പോലും പറയാൻ നിന്നില്ല. നേരം വെളുത്തപ്പോൾ തന്നെ അച്ഛൻ റെഡിയായി പോരുന്നു. ഓഹോ, അവൻ അങ്ങനെ ചെയ്തോ? ആ അച്ഛാ, അവരോടൊരു യാത്ര പോലും പറയാതാ അവൻ രാവിലെ ഇങ്ങ് പോരുന്നത്. അവർ രണ്ടുപേരും പരാതിയൊന്നും പറഞ്ഞില്ല എന്നും വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ മാധവേട്ടനും ഗൗരിക്കും സങ്കടം കാണാതിരിക്കുമോ? അവൻ ഇങ്ങ് വരട്ടെ, മുത്തശ്ശൻ ചോദിക്കാം. പിന്നെ അവനിപ്പം അങ്ങനെ ചെയ്ത ഓർത്ത് നമുക്ക് അവനോട് ദേഷ്യമൊന്നും തോന്നല്ലേ. അവന് ആൾക്കാരോട് അടുത്തിടപഴകി ശീലമൊന്നുമില്ല. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവനും കാണും. നമുക്കത് പയ്യെ ശരിയാക്കി എടുക്കാം. അതുകൊണ്ട് ഇത്തവണത്തേക്ക് മുളച്ചനോട് ക്ഷമിക്കണം. പക്ഷെ അവനുള്ളത് മുത്തശ്ശൻ കൊടുത്തോളാം. ഷേടാ, മുത്തശ്ശൻ പറയാന്ന് പറഞ്ഞില്ലേ, ഇനിയെങ്കിലും എൻ്റെ കാന്താരി ഒന്ന് ചിരിച്ചേ. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ വായാടി ഒന്ന് ചിരിച്ച് കണ്ടത്. ശരി അച്ഛാ, അച്ഛൻ എന്നാൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. ഇനി എൻ്റെ നിത്യക്കുട്ടി സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. പറഞ്ഞ കേട്ടല്ലോ. മുത്തശ്ശനെ പോയി ഫ്രഷ് ആയിട്ട് വരാം. പാറുക്കുട്ടി, എന്താ മോളെ? പാറുക്കുട്ടി. ആ, എന്താടി കാന്താരി പറ. അല്ല, മുത്തശ്ശൻ അച്ഛനെ ഒരുപാട് വഴക്ക് പറയുമോ? നിനക്കിപ്പം അവനെ വഴക്ക് പറയണോ വേണ്ടായോ? അല്ല, വഴക്ക് പറയണം, പക്ഷേ ലൈറ്റായിട്ട് മതി. ഓഹോ, അല്ല ഈ ലൈറ്റായിട്ട് എങ്ങനെ വഴക്ക് പറയുന്നത്? ഇത്ര നേരം മോന്ത ഒരു ചെമിടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ വന്നിട്ട് അവനെ വഴക്ക് പറയാമെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായും ചെയ്തിട്ട് ഇപ്പം അവനെ വഴക്ക് പറയാനും പാടില്ലെന്ന്. ചേടാ, ഇതൊക്കെ എവിടുത്തെ ന്യായം? എന്തുവാ പാറുക്കുട്ടി, മുത്തശ്ശൻ ചിലപ്പം അച്ഛന് ഒരുപാട് വഴക്ക് പറഞ്ഞ് അച്ഛന് സങ്കടമായാലോ? സങ്കടമാകണമല്ലോ, അതിനാണല്ലോ വഴക്ക് പറയുന്നത്. എന്തുവാ പാറുക്കുട്ടി ഇങ്ങനൊന്നും പറയാതെ? ചേടാ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എൻ്റെ പൊന്നു വായാടി, അച്ഛൻ എന്തായാലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് സങ്കടമാവും. പക്ഷേ അവൻ ചെയ്ത തെറ്റ് അവൻ റിയലൈസ് ചെയ്യും. അതല്ലേ നമുക്കിപ്പോൾ വേണ്ടത്. എന്നാലും ഒരെന്നാലും ഇല്ല. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഞാൻ തന്ന ഫുഡ് കഴിച്ചോണം, ഇല്ലെങ്കിൽ കണ്ണിനിട്ട് ഞാൻ കുത്തും. എന്തുവാ പാറുക്കുട്ടി, വന്ന് കയറിയപ്പോഴേ ഭീഷണിപ്പെടുത്തുവാണോ? അതിന് നീ ഇപ്പോഴല്ലല്ലോ വന്ന, രാവിലെയല്ലേ വന്നത്? അതെപ്പോഴായാലും വന്നല്ലോ. വന്നു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? കുറച്ച് സ്നേഹമൊക്കെ തന്നൂടെ? മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും. ചുമ്മാ അല്ല അപ്പോട്ടം പറയുന്നത്, പാറുക്കുട്ടി വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. എന്തുവാ നീ എന്തോ പറഞ്ഞത്? എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഈ കറിക്ക് ഇത്തിരി ഉപ്പ് കൂടുതലാന്നേ പറഞ്ഞുള്ളൂ. ഉപ്പ് കൂടുമല്ലോ? അതിന് നീ ഇതുവരെ ആ കറി കഴിച്ചില്ലല്ലോ. അല്ല, കണ്ടപ്പോൾ തോന്നിയതാ. കണ്ടപ്പം ഉപ്പ് കൂടുതലാന്ന് നിനക്ക് തോന്നിയില്ലേ? പൊന്നു മോളെ, ഇനി നീ ഡയലോഗ് അടിച്ചാൽ ആ ചട്ടം ഉണ്ടല്ലോ, അത് പഴുപ്പിച്ച് ഞാൻ നിന്റെ ചന്തിയിൽ വെക്കും. എന്ത് വെക്കുന്ന കാര്യമാ അമ്മായിമ്മയും മരുമോളും കൂടെ പറയുന്നത്? അതോ ചട്ടയും വെക്കുന്ന കാര്യമാണ്. എന്താ നിങ്ങൾക്ക് വേണോ? ചട്ടവും കൊണ്ട് എനിക്കെന്തോ എടുക്കാനാ? ചട്ടയും കൊണ്ടേ നിങ്ങൾക്കൊന്നും എടുക്കാൻ കാണത്തില്ല. പക്ഷേ എനിക്ക് ഒരുപാട് പണികളുണ്ട് അത് വെച്ച്.
എന്ത് പറ്റി നിത്യക്കുട്ടി? പാറക്കുട്ടി നല്ല കലിപ്പിലാന്ന് തോന്നല്ലോ. എൻ്റെ പൊന്നച്ചാ, കറിക്ക് ഇത്തിരി ഉപ്പ് കൂടിയെന്ന് പറഞ്ഞേനാ ഈ ബഹളം എല്ലാം വെച്ചത്. ഓ ചുമ്മാ അല്ല പാറക്കുട്ടിയുടെ ഉള്ളിൽ കിടന്ന ഭദ്രകാളി ഇളകിയത്. എൻ്റെ പൊന്നു നിത്യക്കൊച്ചെ, നീ എന്ത് വേണമെങ്കിലും കൊള്ളില്ലെന്ന് പറഞ്ഞു, പക്ഷെ അവളുടെ കുക്കിംഗ് തൊട്ട് കളിക്കരുത്. എന്താണ് അമ്മായപ്പനും മരുമോളും കൂടെ ഒരു സീക്രട്ട്? അല്ല, ഞങ്ങൾ നിന്റെ ഫുഡിനെ പറ്റിയൊന്നും പറഞ്ഞില്ല, നല്ലതാന്ന് പറയുമായിരുന്നു. അതാ എല്ലാവരും പിന്നാമ്പുറത്തിന് നല്ലത്. അച്ചു അവിടെ നിന്നേ. ആ എന്താ മുത്തശ്ശ? നിന്നെ ഞാൻ എന്താടാ അച്ചു ചെയ്യേണ്ടത്? നിന്നെ എന്തിനാ ഞങ്ങൾ ഇന്നലെ നിത്യയുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത്? നീ അവിടെ ചെന്നിട്ട് മാധവും ഗൗരിയായിട്ടൊക്കെ നന്നായിട്ട് അടുത്തിടപഴകാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് നീ അവിടുത്തെ ഒരു വാക്ക് പോലും പറയാതെ ഇന്ന് രാവിലെ അവിടുന്ന് എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? അത് മുത്തശ്ശ, ഞാൻ മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞതായിരുന്നല്ലോ. ആ പറഞ്ഞതായിരുന്നു. നീ മീറ്റിങ്ങിന് പോയതിന് ഇവിടെ ആരും നിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ നീ അവിടുന്ന് ഇറങ്ങിയപ്പോ ഒരു സാമാന്യ മര്യാദയ്ക്ക് അവരുടെ അടുത്തൊരു യാത്രയെങ്കിലും പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു നിനക്ക്. അത് പിന്നെ ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും ഉറക്കമായിരുന്നു മുത്തശ്ശ. സോ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. ഇതൊക്കെ അവർക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? നീ ഇപ്പൊ അവരുടെ യാത്ര പറയാതെ വന്നു, അത് അവർക്ക് സന്തോഷമാണെന്നാണ് നിന്റെ വിചാരം? ഒരിക്കലും അല്ല. അതുമല്ല, നിന്നെ അപ്പൂനെയും അവർ സ്വന്തം മക്കളെ പോലല്ലേ കരുതുന്നത്. അപ്പോ ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ? മുത്തശ്ശ, ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല? അതാ എന്റെ ചോദ്യം. നിന്നെ പോലെ തന്നെയല്ലേ അപ്പു. അവന്റെ ഒരു ദിവസം അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് അവരുടെ അടുത്ത് യാത്രയും പറഞ്ഞ് അവരുടെ വിവരങ്ങളെല്ലാം തിരക്കി അന്വേഷിച്ചിട്ടല്ലേ അവൻ വന്നത്. പക്ഷെ നീ എന്താ ചെയ്തത്? എന്റെ അച്ചു, നീ അപ്പൂനെ പോലെ ആകണം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കുറച്ചെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കടാ. സോറി മുത്തശ്ശ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇത് നീ എന്നോടല്ല അച്ചു പറയേണ്ടത്, കാരണം നീ തെറ്റ് ചെയ്തത് എൻ്റെ അടുത്തല്ല. പോട്ടെ, ഇപ്പൊ എന്തായാലും നിനക്കിങ്ങനെ സംഭവിച്ചു. ഇനി ഈ തെറ്റ് പറ്റാതെ നീ സൂക്ഷിക്കണം. കാരണം എപ്പോഴും അവർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ലടാ. ശരി മുത്തശ്ശ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല. ചെന്ന് നിത്യമോളുടെ അടുത്ത് സംസാരിക്കുക. നീ ഇന്നങ്ങനെ അവിടുന്ന് ചെയ്തിട്ട് വന്നത് അവക്കാ ഏറ്റവും കൂടുതൽ സങ്കടമായത്. അച്ഛൻ്റെ കാറ് താഴെ വന്നിട്ട് കുറേ നേരമായല്ലോ, ഇതുവരെ ആളെ മുകളിലേക്കും കണ്ടില്ല. എൻ്റെ തമ്പുരാനെ, ഇനി മുത്തശ്ശൻ വഴിയിൽ പിടിച്ചു നിർത്തി വഴക്ക് പറയുമായിരിക്കുമോ? അങ്ങനാണെങ്കിൽ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ തല തിന്നുവാ കെട്ടിയോന്. നിത്യ, ഓ ഭഗവാനെ, മിക്കവാറും മുത്തശ്ശൻ പറഞ്ഞതിനുള്ള തിരിച്ചു പറയാനായിരിക്കും ഈ വിളിക്കുന്നത്. എന്താ അച്ഛൻ വിളിച്ചത്? അത് പിന്നെ ഐ ആം സോറി. സോറിയോ? എന്തിന്? അല്ല, ഞാനിന്ന് അവിടുന്ന് പോരുന്നപ്പോൾ തൻ്റെ പപ്പയുടെയും അമ്മയടുത്തും ഒരു യാത്ര പോലും പറഞ്ഞില്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിങ്ങനൊന്നും ശീലമില്ലടോ, അങ്ങനെ പറ്റിപ്പോയതാ. ഇനി ഞാനിതൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്തോളാം. എനിക്കറിയാം തൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അതൊരുപാട് സങ്കടമായി കാണുമെന്ന്, ബട്ട് പറ്റിപ്പോയില്ലേ. ഇനി ഒരിക്കലും ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല. പിന്നെ എനിക്കറിയാം തനിക്ക് സങ്കടമായിന്ന്. സോ ഐ ആം സോറി. ഓഹോ, അപ്പം മുത്തൂസിൻ്റെ ഉപദേശം നന്നായിട്ട് ഏറ്റു, അതായി സോറിയൊക്കെ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്നെ എൻ്റെ പപ്പേനെയും മമ്മീനെ സങ്കടപ്പെടുത്തിയതല്ലേ, അപ്പോൾ ഇവനും കുറച്ച് സങ്കടപ്പെടട്ടെ. നിത്യ, താനെന്താ ഒന്നും മിണ്ടാത്തത്? തൻ്റെ സോറി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പം സൗകര്യമില്ല. എടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാതെ പറ്റിപ്പോയതാ. സോ വാട്ട്? താൻ സോറി പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന് ഞാനും പറഞ്ഞു. വാശിക്കൊരു കുറവില്ല. ഒന്ന് സോറി പറയാന്ന് വെച്ചപ്പോൾ എന്താ അവളുടെ ജാട.
എന്തേ വല്ലതും പറഞ്ഞോ? ഓക്കെ ഫൈൻ. എനിക്കറിയാം തനിക്ക് എന്നോട് ദേഷ്യമാണെന്ന്. തെറ്റ് എൻ്റെ ഭാഗത്താ. ഞാനിപ്പോൾ എന്താ അതിന് പകരമായിട്ട് ചെയ്യേണ്ടത്? യാ, ദാറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ താൻ അനുസരിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സോറി ഞാൻ അക്സെപ്റ്റ് ആക്കും. ദേ നോക്ക് നിത്യ, കുട്ടിക്കളിക്കാണെങ്കിൽ എനിക്ക് ടൈമില്ല. അല്ലാതെ സീരിയസ് ആയിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഷെടാ, ഇത് കുട്ടിക്കളിയാൻ തൻ്റെ അടുത്ത് ആര് പറഞ്ഞു? താൻ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് സോറി ചോദിച്ചു. അപ്പോൾ താൻ എനിക്ക് പകരം ഒരു കാര്യം ചെയ്തു തന്നാൽ സോറി അക്സെപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, എന്താ കാര്യം? ഞാൻ എന്താ തനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? തമ്പുരാനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറയും? പണി തരാം മോനെ, പണി തരാം. അച്ചു, അതെന്താണെന്നറിയത്തില്ല, എൻ്റെ കൈക്കും കാലിനൊക്കെ ഭയങ്കര വേദന. എനിക്ക് തറയിൽ വരുന്ന പോകണമെന്നുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ താൻ എന്നെ തറയിൽ വരുന്ന ഡ്രോപ്പ് ചെയ്യാവോ? തനിക്കെന്താ വട്ടാണോ? ഞാനെങ്ങനെ തന്നെ താഴെ കൊണ്ടുവിടുന്നത്? ഇത്രയും മസിലും പെരുപ്പിച്ച് നടന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി എൻ്റെ കെട്ടിയോനെ? ഇതൊക്കെ വെറും പൊണ്ണത്തടിയല്ലേ? വാട്ട് യു മീൻ? ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോകണമെന്നാണോ ഈ പറയുന്നത്? ഓഫ് കോഴ്സ്. എന്തായാലും എന്നെ ചുമന്നുകൊണ്ട് പോകാനുള്ള ആരോഗ്യമൊക്കെ തനിക്കുണ്ട്. ആർ യു സീരിയസ്? നിത്യ, തമാശ കളിക്കാതെ തനിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. എൻ്റെ പൊന്നടാവേ, ഇത് തമാശയാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിലും തനിക്ക് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇത്രയും സ്ലിം ബ്യൂട്ടിയായ എന്നെ തനിക്ക് ഒരു ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്തോണ്ട് പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓ, ഇതിനോട് വന്ന് സോറി ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഹലോ, കെട്ടിയോൻ എന്തായി ആലോചിച്ച് നിൽക്കുന്നത്? ഇനി ഇതിൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസം ഈ വിളിയില്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് നന്നായെന്ന്. ഇവളൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതെ, അവിടെ മൈൻഡ് വോയിസ് ഇട്ടുകൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് വന്ന് എന്നെ പൊക്കിയെടുത്ത് താഴെ കൊണ്ടുവന്ന് നോക്ക്. നിത്യ, തന്നെ പൊക്കിക്കൊണ്ട് പോകുന്ന കാര്യമാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അല്ല, തൻ്റെ വിചാരം എന്തുവാ? താൻ വല്ല LKG UKG പഠിക്കുന്ന കൊച്ചാണെന്നോ? കുറച്ച് പൊക്കം കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മുടിഞ്ഞ കനമായിരിക്കും. കനവോ? എനിക്കോ? എന്നെ കണ്ടിട്ട് തനിക്ക് അങ്ങനെയാ തോന്നുന്നത്? പിന്നല്ലാതെ, ഇത്തിരി ഉള്ളെങ്കിലുമേ വീപ്പക്കുറ്റിയുടെ അത്ര ഉണ്ട്. അച്ചു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഷെടാ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അതിന് താനെന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എന്ത് 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 സത്യം താൻ പറഞ്ഞത്? എന്നെ കണ്ടിട്ട് താൻ വീപ്പ് കുറ്റിയാണെന്ന് പറയുന്നത്? തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ഇത്രയും സ്ലിം ബ്യൂട്ടിയായ എന്നോട് തനിക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഹലോ, അത് തൻ്റെ മാത്രം തോന്നില്ല താൻ സ്ലിം ബ്യൂട്ടി ആണെന്നുള്ള കാര്യം. ബാക്കിയുള്ളവർ കൂടെ അത് തോന്നണ്ടേ? അച്ചു, നന്നായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് എന്നെ താഴെ കൊണ്ടുവിടുന്നതാണ് തനിക്ക് നല്ലത്. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ വാശി പിടിക്കാതെ നിത്യ. തന്നെ പൊക്കിക്കൊണ്ടു പോകാന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതും ഈ ഞാൻ. എന്നാ പിന്നെ എനിക്കും വാശിയാന്ന് കൂട്ടിക്കോ. താൻ തന്നെ എന്നെ പൊക്കി താഴെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ നീ ഇന്ന് താഴെ പോയത് തന്നെ. ഓഹോ, അത്രയ്ക്കായോ? എനിക്കറിയാടാ നിനക്ക് എങ്ങനെ പണി തരണമെന്ന്. ഹലോ മാഡം, ഇവിടെ മൈൻഡ് വോയിസ് ഇട്ടുകൊണ്ടിരിക്കാതെ പോയി എനിക്കൊരു ചായ എടുത്തുകൊണ്ട് വാ. ചായ അല്ലേ? തനിക്ക് ഞാൻ ഇപ്പം തന്നെ ശരിയാക്കി തരാം കേട്ടോ. അയ്യോ, എല്ലാരും ഓടിവായോ. പാർക്കുട്ടി, മുത്തൂസേ, എല്ലാരും ഓടിവായോ. നിത്യ, താൻ എന്താ കാണിക്കുന്നത്? താൻ എന്തിനാ ഒച്ച വെക്കുന്നത്? ഒച്ച വെക്കുന്നതിന് കണക്കായിപ്പോയി. നീ പോടാ അച്ചുത്തേണ്ടി. പാർക്കുട്ടി, ഓടിവായോ, ഓടിവായോ, ആരെങ്കിലും ഇങ്ങോട്ട് ഓടിവായോ. ദൈവമേ, ഇവളിത് എന്തിനുള്ള പുറപ്പാടാ? നിത്യമോളെ, എന്ത് പറ്റി? എന്തിനാ മോളിങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? പാറു, എത്തിമോക്ക് എന്ത് പറ്റി? അറിയില്ല അച്ഛാ, ഞാനും മോളുടെ ബഹളം കേട്ടുകൊണ്ട് വന്നതാ. എന്ത് പറ്റി മോളെ? എന്തിനാ മോളിങ്ങനെ കിടന്ന് ബഹളം വെച്ചത്? എന്താ, എന്തെങ്കിലും വയ്യായോ? മുത്തൂസേ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ കാലൊന്ന് ഉളുക്കി. നല്ല വേദന. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അമ്പടി കള്ളി. അയ്യോ, എന്നാ വാ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. അത് വേണ്ട മുത്തൂസേ, ബാം തേച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. സംതിങ് ഫിഷി. നിത്യക്കുട്ടി എന്തോ പണി ഒപ്പിച്ചതുപോലെ തോന്നുന്നല്ലോ.
അമ്പടി കാന്താരി, അപ്പം ഞാൻ വിചാരിച്ചതുപോലെ ഇത് അച്ഛനിട്ടുള്ള എന്തോ പാരയാണ്. ഒരുപാട് വേദന ഉണ്ടോ മോളെ? വേദന ഒരുപാടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാം. ഏയ് ഒരുപാട് വേദന ഒന്നുമില്ല മുത്തൂസേ, പക്ഷെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് ഹെൽപ്പിന് ഞാൻ അച്ചുവിനെ ഒന്ന് വിളിച്ചിട്ട് അച്ചു എനിക്ക് ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. ഞാനോ? ഈ കള്ളി ഇതെന്തൊക്കെയാ പറയുന്നത്? എന്താ അച്ചു ഇത്? നിന്റെ വൈഫ് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് നിനക്ക് അതുപോലും ചെയ്യാൻ വയ്യേ? മുത്തശ്ശ, അത് പിന്നെ ഞാനൊന്നും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്തില്ല. നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ കാല് വയ്യെന്ന് പറഞ്ഞിട്ട് നിനക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞാൽ എന്താ അച്ചു ഇങ്ങനെ? ഒരു ഭർത്താവിൻ്റെ കടമകൾ നിനക്കറിയില്ലേ? എന്റെ നെറ്റിമോള് വിഷമിക്കണ്ട കേട്ടോ. ഇനി മോൾ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കും. ഇത് മുത്തശ്ശന്റെ വാക്കാ. മുത്തശ്ശ, പാറു, ഇവിടെ എന്താ നടക്കുന്നത്? കുറേ നേരമായിട്ട് ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നല്ലോ. കാര്യം എന്തോന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ മോൻ എന്തോ പണി വരാൻ പോകുന്നുണ്ട്. ഓഹോ, അമ്മായിമ്മ മരുമോളും കൂടെ എൻ്റെ ചെറുക്കന് പണി കൊടുത്തു തുടങ്ങിയല്ലേ? അമ്പടെ പുളിസു, ഇതിൽ എനിക്ക് പങ്കൊന്നുമില്ല. ഞാൻ കാര്യം പറഞ്ഞിട്ട് അവളെ സൈലൻ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആ, ഇതിനാ പറയുന്ന കള്ളത്തരത്തിന് കൂട്ട് നിൽക്കുകയെന്ന്. ആണോ? എന്നാ വലിയ കാര്യമായിട്ട് നിങ്ങൾ പോ മനുഷ്യ. നെറ്റിമോളെ, ഇപ്പൊ നല്ല വേദന തോന്നുന്നുണ്ടോ? നേരത്തെ നല്ല വേദനയായിരുന്നു മുത്തശ്ശ, ഇപ്പം കുറച്ച് കുറവുണ്ട്. അല്ല നെത്തിമോളെ, മോളെന്തിനാ ഞങ്ങളെ വിളിച്ചത്? അല്ല, മോക്ക് എന്ത് ഹെൽപ്പാ അച്ചു ചെയ്തു തരാതിരുന്നത്? ആ, അത് ശരിയാണല്ലോ. മോൾ എന്ത് ഹെൽപ്പ് ചോദിച്ചിട്ടാ ഈ അഹങ്കാരി ചെയ്തു തരാതിരുന്നത്? അത് പിന്നെ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് ബോറടിച്ചു മുത്തൂസേ. താഴത്തേക്ക് വരാമെന്ന് വെച്ചപ്പോൾ കാലുവേദന കാരണം വരാനും പറ്റുന്നില്ല. അപ്പോഴാണ് അച്ചു വന്നത്. എന്നാൽ ശരി, എന്നെ താഴത്തേക്ക് പോകാനൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അച്ചു പറ്റില്ലെന്ന് പറഞ്ഞു മുത്തൂസേ. എൻ്റെ പൊന്നോ, ഇവൾ എത്ര പെട്ടെന്ന് ഓരോ സ്റ്റോറീസ് ഉണ്ടാക്കുന്നത്. ഓ, സമ്മതിച്ചു കൊടുക്കണം ഈ സാധനത്തിന്. എന്താ അച്ചു നീ ഇങ്ങനെ? മോക്ക് കാല് വൈകിട്ടല്ലേ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചത്? അതുപോലും നിനക്ക് ചെയ്യാൻ വയ്യ? അവിടുന്ന് നന്നായിട്ട് ചിരിക്കി കൂട്ടി പിശാചെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അച്ഛാ, ഇനിയിപ്പോൾ വഴക്ക് പറഞ്ഞ് വെറുതെ സമയം കളയുന്ന എന്തിനാ? ഇപ്പോഴായാലും അവന് നെത്തിമുള താഴത്തേക്ക് കൊണ്ടുപോകാമല്ലോ. മരുമൊക്കെ പറ്റിയ അമ്മായിമ്മ തന്നെ. രണ്ടും കള്ളത്തരത്തിന് കൈയും കാലും വെച്ചതാ. ആ, നെറ്റിമോളെ, മോക്ക് താഴത്തേക്ക് വരണോ? ആ മുത്തൂസേ, എനിക്ക് താഴത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷെ എങ്ങനാ? കാല് വയ്യാതിരിക്കുമല്ലേ. അതിനിപ്പോൾ എന്താ? അതിനല്ലേ നിന്റെ തടിമാടനായ ഭർത്താവ് ഇവിടെ നിൽക്കുന്നത്. അവൻ പൊക്കിയെടുത്ത് നിന്നെ താഴെ കൊണ്ടുവരും, അല്ലേ അച്ചു? ഞാനോ? പിന്നെ നീയല്ലാതെ വേറെ ആരാ ഇത് ചെയ്യേണ്ടത്? ഈ വയസ്സാം കാലത്ത് നിന്റെ അച്ഛനെ കൊണ്ടും മുത്തശ്ശനെ കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പാറു, എനിക്ക് വയസ്സാൻ നിന്റെ അടുത്ത് ആരാടി പറഞ്ഞത്? ഓ, ആനക്കാര്യത്തിനിടയിൽ അങ്ങേരുടെ ഒരു ചേനക്കാര്യം. മനുഷ്യ മിണ്ടാതിരുന്നാണ് അവിടെ കാണാം. അച്ചു, നെറ്റിമോള് പറഞ്ഞതുപോലെ അവളെ താഴത്തേക്ക് കൊണ്ടുപോവാം. മുത്തശ്ശ, അത് പിന്നെ അവളെ താഴത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ താഴെ ഹോളിൽ കാണും. നിത്യമോളെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു പാറക്കുട്ടി. അപ്പം എങ്ങനാ? താഴത്തേക്ക് പോവല്ലേ? കള്ളം പറഞ്ഞേ എന്ത് നേടാൻ ആർക്കും പറ്റും. അല്ലെങ്കിലും ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്ന. നമ്മുടെ ലക്ഷ്യം നേടാൻ എന്ത് വളഞ്ഞ മാർഗവും സ്വീകരിക്കാം, അതല്ലേ ശരി? അതുമാത്രമല്ല, വളഞ്ഞ മാർഗത്തിലൂടെ സ്വീകരിക്കുന്ന ഒന്നുമേ അധിക നാൾ നീണ്ടു നിന്ന ചരിത്രമില്ല. പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നും കൂടെ ആലോചിച്ചാൽ നല്ലത്. അതിലെന്താ കിട്ടുമെന്ന് ഏതോ ഡബിൾ മീനിങ് വെച്ചതുപോലുണ്ടല്ലോ. അങ്ങനെ തോന്നിയോ? എന്നാൽ ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും എൻ്റെ ഭാര്യ ഇത്തരം വളഞ്ഞ മാർഗമൊക്കെ സ്വീകരിച്ചതല്ലേ, അപ്പോൾ തിരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ തരണമല്ലോ. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. വെയിറ്റ് ആൻഡ് വാച്ചോ? എന്ന് വെച്ചാൽ എനിക്കെന്തോ പണി വരാൻ പോകുന്നല്ലേ? ഓ, ഈ കുരിശിനെ ചുമക്കേണ്ടി വന്നല്ലോ. ആ പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. സൂക്ഷിച്ചും കണ്ടൊക്കെ പോവച്ചോ. ലെഫ്റ്റിലോട്ട് തിരിയല്ലേ, റൈറ്റിലോട്ട് പോ. ദേ, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നില്ലെങ്കിൽ നിലത്തിടും ഞാൻ. ഓഹോ, അങ്ങനെയാണോ മുത്തശ്ശ? ഇപ്പം എന്തിനാ മുത്തശ്ശനെ വിളിക്കുന്നത്? ചുമ്മാ ഒരു രസത്തിന്. ഓ, എൻ്റെ വിധി. ഇതെന്തോ ഇത് വിക്രമാദിത്യനും വേതാളവോ? ആ, ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ ആയിരിക്കും.
അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? അവക്ക് കാല് വയ്യെന്ന് പറഞ്ഞപ്പോൾ അച്ചോളെ എടുത്തോണ്ട് പോകുന്ന കണ്ടില്ലേ? എനിക്കുണ്ടൊരു ഭർത്താവ്. ഹലോ, അവൻ മനസ്സറിഞ്ഞ് എന്തായാലും അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു, തോന്നലല്ല, ചിലപ്പോൾ മുത്തശ്ശൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ റോബോട്ട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എങ്ങനാണെങ്കിൽ എന്താ, അവൻ എടുത്തോണ്ട് പോകുന്ന കണ്ടില്ലേ? എൻ്റെ പൊന്നുമോളെ, അത് കണ്ട് കൊതിക്കാൻ നിൽക്കണ്ട. നീ അവളെപ്പോലെ ഇള്ളക്കുഞ്ഞൊന്നും അല്ല. നിനക്ക് നല്ല മുടിഞ്ഞ കനമായിരിക്കും. അതുമല്ല, എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല മോളെ. ഞാൻ അവനെപ്പോലെ 6 പാക്ക് ഒന്നുമല്ല. ഓ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന് എനിക്കറിയാം. വെറുതെ സമയം കളയാനായിട്ട് ഞാൻ കിച്ചണിൽ കാണും. ഓ, ഈ റോബോട്ട് ഇങ്ങനെ പോയാലേ എൻ്റെ ലവ് ലൈഫിനൊരു പാരയാകും. അച്ചു, സൂക്ഷിച്ചു വെക്ക്. ഓ പിന്നെ, സൂക്ഷിച്ചു വെക്കാൻ ഇവിടെ ചില്ല് മാത്രമല്ലേ. മുത്തശ്ശ, നിത്യയ്ക്ക് എന്തായാലും ഇത്ര അധികം കാലുവേദനയല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി ഡോക്ടറിനെ ഒന്ന് വിളിച്ചാലോ? ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വേദനയൊക്കെ മാറുമായിരിക്കും. ആ, അത് ശരിയാണല്ലോ. പറഞ്ഞ പോലെ ഫാമിലി ഡോക്ടറിൻ്റെ കാര്യം ഞാനും അങ്ങ് മറന്നുപോയി. എന്നാ നീ പിന്നെ ഡോക്ടറിനെ വിളിക്കും. അയ്യോ വേണ്ട മുത്തൂസേ, എനിക്കിപ്പോൾ വേദന കുറവുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിത്യ? ചിലപ്പോൾ കാലിന് വല്ല ഫ്രാക്ചറും ഉണ്ടെങ്കിലോ? ഉള്ളിലെ ഫ്രാക്ചറൊന്നും നമുക്ക് പുറത്തറിയത്തില്ല. അതുകൊണ്ട് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. ഓ ഗോഡ്, പണി പാളി. സബാഷ്, ഇതിനാണ് പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്ന് പറയുന്നത്. മുത്തൂസേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ദേ, എൻ്റെ കാലിനിപ്പോൾ വേദന ഒന്നും എടുക്കുന്നില്ല. വെറുതെ എന്തിനാ ഡോക്ടറിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? ദേ നോക്ക്, എൻ്റെ കാലിനിപ്പോൾ ഒരു കുഴപ്പമില്ല. അതെങ്ങനെ നിത്യ പെട്ടെന്ന് കുഴപ്പമില്ലാതെ വരുന്നത്? ചിലപ്പോൾ ഇപ്പം വേദന ഇല്ലാതിരുന്നിട്ട് നൈറ്റൊക്കെ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ മുത്തശ്ശ? ആ, അത് ശരിയാ. രാത്രിയിൽ വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ വേണ്ട, അത്ര റിസ്ക് ഒന്നും എടുക്കണ്ട. അച്ചു, നീ ഡോക്ടറിനെ വിളിക്കൂ. അപ്പോൾ ഡോക്ടറിനെ വിളിക്കുമല്ലേ നിത്യ? ഞാനേ ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കട്ടെ. ഡോക്ടർ വന്നിട്ടേ നല്ല അടിപൊളി ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സൂക്കേടൊക്കെ മാറി കിട്ടും. ദൈവമേ, ഇഞ്ചക്ഷനോ? ഓ, സത്യം പറയുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടറിൻ്റെ മുമ്പിൽ നാണം കടേണ്ടി വരും. അപ്പോൾ എങ്ങനെയാ നിത്യ, ഡോക്ടറിനെ വിളിക്കട്ടെ? വേണ്ട, ഡോക്ടറിനെ വിളിക്കണ്ട. മുത്തൂസേ, ഐ ആം സോറി. ഞാൻ മുത്തൂസിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാ. ആക്ച്വലി എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല. അച്ഛനോടുള്ള വാശിക്ക് ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാ. വാശിക്കോ? എന്ത് വാശി? ഇതായിരുന്നോ കാര്യം? അവൻ നിന്നെ ഒന്നും എടുക്കാത്തതിനാണെന്നുണ്ടെങ്കിൽ അത് നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിന്നെ എടുപ്പിക്കുമായിരുന്നല്ലോ. റിയലി? അതേന്ന് എൻ്റെ നിത്യക്കൊച്ചൊരാഗ്രഹം പറഞ്ഞ ഈ മുത്തൂസ് നടത്തി തരാതിരിക്കുവോ? വന്ന് മുത്തശ്ശന് വരെ ഭ്രാന്തായി തുടങ്ങിയോ? കേട്ടോ, നിങ്ങളുടെ അച്ഛനിപ്പം ചെറിയ വട്ടമൊന്നും അല്ല കേട്ടോ, മുഴുവട്ട. നീ തന്നെ ഇത് പറയണോടി. നിന്റെ നിത്യമോളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരുന്ന എൻ്റെ അച്ഛനെ കുറിച്ച് ഇത് തന്നെ പറയണം. പിന്നല്ല ഞാൻ എന്താ മനുഷ്യ പറയേണ്ടത്? ഒരു മനുഷ്യന് ഇങ്ങനൊക്കെ മാറ്റം വരാവോ? നിങ്ങളുടെ അച്ഛൻ ഓരോ ദിവസവും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അച്ചു, എന്താ മുത്തശ്ശ? ദേ, എൻ്റെ നിത്യക്കൊച്ചി നിന്നോട് എന്ത് പറഞ്ഞാലും അതനുസരിച്ചോണം. വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കരുത്. അരെ വാ, ഇതുപോലൊരു അമ്മായിപ്പനെ ഞാൻ ഇത്രയും നാൾ സ്വപ്നം കണ്ടത്. എൻ്റെ ദൈവമേ, ഞാൻ ചാവുന്നതിന് മുമ്പ് നീ ഇത് നടത്തി തന്നല്ലോ, അത്രയും സന്തോഷം എനിക്ക്. പിന്നെ നെറ്റിക്കുട്ടി, ഇനി ഓരോന്ന് നടത്തിക്കാൻ വേണ്ടിയിട്ടേ ഇതുപോലെ കള്ളം പറയാൻ നിൽക്കരുത് കാന്താരി. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഈ അഹങ്കാരി കൊണ്ടുവന്ന് നടത്തിച്ചോളാം, പോരെ? ഓക്കെ മുത്തൂസേ, ആ കാര്യം ഞാൻ ഏറ്റു. ഏട്ടോ, നമ്മുടെ റോള് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി വെറുതെ എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? വാ വാ, നമുക്കങ്ങോട്ട് നീങ്ങാം. പാവൻ്റെ ചെറുക്കൻ. മുത്തശ്ശൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ?
ആ എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ ആ കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും കൂടെ വേണം. എൻ്റെ മുത്തശ്ശനെ കയ്യിലെടുത്തിട്ട് എനിക്ക് പണി തരാറായല്ലേ നീ. എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം എൻ്റെ പണി തുടങ്ങാനും. ഹലോ, എന്താണ് എൻ്റെ കെട്ടിയോൻ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? എനിക്ക് പണി തരാൻ വല്ല പ്ലാനിങ്ങിലും ആണോ? പണിയൊക്കെ തരേണ്ട സമയത്ത് ഞാൻ തന്നോളാം. ഓ ഓ അങ്ങനെ. ആ അത് വിട്. എന്തായാലും എൻ്റെ കെട്ടിയോൻ പോയിട്ട് എനിക്ക് നല്ലൊരു ചായ എടുത്തോണ്ട് വാ. ചായയോ? അതും ഈ ഞാൻ? പിന്നല്ലാതെ, എനിക്കിവിടെ കെട്ടിയോനെന്ന് പറയാനേ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചായ എടുത്തുകൊണ്ട് തരേണ്ടതും എൻ്റെ കെട്ടിയോനല്ലേ. പിന്നെ നിത്യക്കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്നുള്ളത് മുത്തശ്ശൻ്റെ ഓർഡറാ. മതി, ഇനി കൂടുതൽ ഡയലോഗ് അടിക്കണമെന്നൊന്നുമില്ല. തനിക്കൊരു ചായയല്ലേ വേണ്ടത്, അത് ഞാൻ എടുത്തോണ്ട് തന്നോളാം. ഓയ് കെട്ടിയോനെ. ഓ, ഇനി എന്താ വേണ്ടത്? അല്ല, നേരത്തെ കെട്ടിയോന് ചായ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടേ 2 ചായ എടുത്തോ, നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാം. ഓ ഗോഡ്,